നമസ്കാരം. നമ്മൾ കസവിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, യമനിൻ്റെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആക്ഷൻ കൗൺസിലും അതുപോലെ തന്നെ പ്രവാസികളും അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഒത്തൊരുമിച്ച് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് ഈ വിഷയത്തിൽ യമനിലെ നിയമവ്യവസ്ഥകൾക്ക് അതീതമായിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ മോചിപ്പിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടുള്ള പൊതുസമൂഹത്തെ ഈ വിഷയവുമായിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവാദമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ലോകത്താകമാനമുള്ള വിവിധ ഭാഗങ്ങളിലുള്ള മലയാളിയുടെ പ്രധാന പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ്, ഒരു ഡിസ്കഷനാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡൽഹിയിലും അതുപോലെ തന്നെ UK-യിലും യമനിലും അതുപോലെ തന്നെ നമ്മുടെ GCCയിലുള്ള പല ഭാഗങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ പാനലിൽ നമ്മോടൊപ്പം സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ വിഷയം പഠിക്കാനും എല്ലാവരും തുനിയണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ ഈ ചർച്ച ക്രോഡീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തനവും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനമുള്ള നയീമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. 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 നൈബായി, പിന്നെ നമ്മുടെ ഈ പരിപാടിനെ കുറിച്ചുള്ള ചെറിയൊരു, കാരണം നമ്മൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, നൈബായിന്റെ മ്യൂട്ടാണോ സൗണ്ട്? ഹലോ, സൗണ്ട് മ്യൂട്ടാണ് നിങ്ങളത്. ഹലോ, ഹലോ, എല്ലാവരെയും കൊണ്ടുവന്നു, എല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ, അവിടെ നൈമൈൻ്റെ എന്തോ സൗണ്ടിൽ എന്തോ ഒരു മ്യൂട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാം സൗണ്ട്. ഓക്കെ, നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ പാനലിസ്റ്റും നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ തന്നെ മിസ്റ്റർ ജയൻ, മിസ്റ്റർ പവൻ മുലക്കീൽ, മിസ്റ്റർ സാമുവൽ, മിസ്റ്റർ ദിനേശ്, മിസ്റ്റർ കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ, അതുപോലെ തന്നെ നമ്മോടൊപ്പം സംവദിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ നയീം, സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താങ്കളുടെ സൗണ്ട് ക്ലിയർ. നയീമിന്റെ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അവിടെ എന്തോ ഒരു വിഷയമുണ്ട്. ഓക്കെ, നയീം ഭായ്, നിങ്ങൾ നമ്മുടെ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമത് ഒരു റീസ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത് ജോയിൻ ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ, നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ ഈ വിഷയവുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ജയനിലേക്ക് വരികയാണ്.
Mr. Jain. Okay. Mr. Diva ma'am, sorry, madam, ma'am, താങ്കൾക്ക് സംസാരിക്കാം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളെ, അതുപോലെ തന്നെ യമനിൽ നിന്നുള്ള സാമിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനൊരു ചർച്ചയ്ക്ക് തയ്യാറായ കസവ്, ഞാൻ വിചാരിക്കും കസവ് വീക്ക്ലി ഇവന്റ്, നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഓൺ ബിഹാഫ് ഓഫ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. എങ്ങനെ ഏത് വിധത്തിൽ നിമിഷയുടെ ജീവൻ രക്ഷിക്കാം എന്ന ഒരു ശക്തമായ യോദ്ധാക്കളെ പോലെ ഞങ്ങൾ ഇങ്ങനെ കാണുന്ന വഴികളിലെല്ലാം ഓടി എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്ന ഒരൊറ്റ ആഗ്രഹത്തോടെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകൾ ഒരുമിച്ചു കൂടി മുട്ടാൻ പറ്റുന്ന വാതിലുകളിലെല്ലാം മുട്ടി ആ ഒരു ജീവൻ, ഒരു അമ്മയ്ക്ക് മകളെയും ഒരു കുഞ്ഞു മോൾക്ക് അമ്മയെയും തിരിച്ചു കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് ഈ ലോകത്തോട് സംസാരിക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനൊരു ചാനൽ ചർച്ചയ്ക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. കേൾക്കുന്നില്ലല്ലോ. അമീറിന്റെ സൗണ്ട് പോയി. അമീറിന്റെ സൗണ്ട് പോയി, കേൾക്കുന്നില്ല. ആങ്കറിന്റെ സൗണ്ട് കേൾക്കുന്നില്ല, ശ്രദ്ധിക്കാം. ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, ഉണ്ട്. ഓക്കെ, മിസ്റ്റർ നെയ്യും, താങ്കൾക്ക് ഞാൻ ചെറിയൊരു ടെക്നിക്കൽ വിഷയം ഉണ്ടായിരുന്നു. നമുക്ക് തുടക്കത്തിൽ താങ്കളെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ നമ്മുടെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൗദി അറേബ്യയിലെ മാധ്യമ പ്രവർത്തന രംഗത്തും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയുമായിട്ടുള്ള മിസ്റ്റർ നെയ്യിമിനെ ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്ദി അമീർ. തീർച്ചയായിട്ടും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതിലുള്ള കൃതജ്ഞത ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ, നിമിഷപ്രിയയുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി ജയൻ എടപ്പാൾ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ ജയൻ എടപ്പാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അതുപോലെ തന്നെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് തോന്നുന്നത് പിന്നെ ജയൻ, മിസ്റ്റർ ജയൻ സ്റ്റക്കാണ്. അടുത്ത ആളിലേക്ക് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, തീർച്ചയായിട്ടും ജയനെ നമുക്ക് കണക്ട് ചെയ്യുന്നതിൽ ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് മനുഷ്യാവകാശ പ്രവർത്തകനും ഈ കേസിൻ്റെ പവർ ഓഫ് അറ്റോർണിയുമായിട്ടുള്ള മിസ്റ്റർ സാമുവൽ ജെറോം, അദ്ദേഹം യമനിൽ നിന്നും നമ്മളോടൊപ്പമുണ്ട്. മിസ്റ്റർ സാമുവൽ ജെറോം, can you please explain what was the primary stage Yes. of this case? Can you please explain the primary stage, what was happening in this case? Okay, I'll try to summarize as short as possible, and it's many years of things that in 2017 there was. I mean, the first thing we knew was through WhatsApp. I mean, all over Yemen there was an issue that Indian girl killed a Yemeni. So that was what it was all in the news, and this has never happened. Indians are very, very highly respected in Yemen. Unlike other Gulf countries, Yemenis have a very, very, very high very high position for Indians. So this was that, and initially, I mean, that is how everybody knew that an Indian killed a Yemeni. So we didn't know the details of the case, and then finally we knew that she was arrested.
she was arrested in a place and then she was taken to Marib. Now there is a political issue and a technical issue here, because North and South are technically in a civil war. Marib comes under the South, and so she was taken up to the South. But the incident happened in a place called Swadia, which belongs to the North. So the incident happened in the North. Now she is jailed in South, that is in Marib. So everybody, almost forgot this issue, and one fine morning, I received a call from a Yemeni social worker. She's a lady. She told me, "Are you Mr. Samuel?" Yes, I said, "I'm Samuel." She said, "Do you know Nimisha?" Yes, I said, "Yes, we all, though personally I don't know her, but then we know what it is." She told me, "Mr. Sam, very, very important. Now she is being transferred from Marib to Swadia. That is the place where the incident happened. The people who are taking them are the victim's family. So this is not a government transfer. You need to understand, it's not a government transfer. It is the victim's brother who was taking. So there is a very possible chance that she will be killed." So I was very, then they said, "Please do your best to get your government involved." So this is what she told me. I said, let me see what I can do. So then because I was a key member of Operation Rakat, and I had direct communication with then Minister of State General VK Singh. So I sent him a WhatsApp message. He immediately called me. He said, "Sam, what the urgency?" I told him, "This is the situation. That there is a very high possibility that this lady can be killed in Swadia, because that is the place where they are taking her, and that is the place where the incident happened, and there is no legal institutions there. There are institutions, but there is war. Nobody can ask anybody." So immediately what he instructed Djibouti embassy to write a note verbal. The same day, the note verbal was written and it was submitted to Sana. So no, the same day the note bill came, the next day morning we submitted to the foreign ministry. So now officially she is in the north, and Sana is the capital of north. So we submitted to the foreign ministry. The foreign ministry immediately instructed Al Baida, and she was brought to Sana. So this is how she was brought into the legal fold. Then what happens? Then the court case started. This is the lawyer. I'm talking about the lower court. So the court case started, and I when I was in India, I personally flew to meet General VK Singh personally to discuss Nimisha's case, and this was all and in 2017, and at that time, the only thing what meanwhile Nimisha sent a 14-page letter to everyone, and she explained the situation that has happened and all those things. So kind of the government took a stance that, oh, she has confessed, and so we cannot do anything. But there was no, you need to understand, I was the lone person who was running behind this. There was no media pressure or anything. Then I also came to NRI Commission. I and my wife, we came to NRI Commission, and we stood before the judge, and we presented the case. So, and eventually I wanted a lawyer to be appointed for the lower court, but then that did not happen. So the lower court judgment came out. There is something else also. She is being tried in the criminal court, which is actually where the terrorists and very high crimes are being tried. So from the beginning, I did not like that, but I didn't have the legal sources to go and fight in the court. So when the judgment came, that is when the media picked it up. So that is where the start of the Nimisha Action Council and everything started. They put a lot of pressure. Then the appeals court. In the appeals court, the government appointed a lawyer, and then everybody got involved. So that is how the story of the Action Council. And today's what has happened. So I will brief you on what has happened now. Now again, see, in the lower court there were three punishments given to her. Three capital punishments. One is killing, and another one is for disfiguring the body. The third one, right of God. They say that even if anybody would forgive, she will not be forgiven, because it's the right of God for her to be killed. But in the appeals case, that one is removed. So now there is an option of negotiating or asking pardon to the family. If the family pardons her, there's an option that she can be relieved. So what has happened now?
the judgment is still not printed, which is very essential to make an appeal in the Supreme Court. So our lawyer has already filed a negative certificate, which means that we can apply for we can upper the appeals without the printed copy of the judgment. So that process is there. Now all the courts are on leave because of Ramadan. So the court will start again. And so the legal process is going on. Now, since the right of God has been taken, now there is an option for us to talk to the family and ask their pardon. So people should also understand, when there is a blood money negotiation, it is not about going and giving the money. No, we are going to ask pardon to the family, and if the family pardons, then there will be a kind of financial settlement. So this is the current stage. And one more thing I want to update you. This is probably nobody knows, and day before yesterday, ambassador called me, and we have been all asking for an approval from the ambassador. He said, Sam, write a letter, we will give the approval. So the embassy is also willing to give that approval for the committee and me and all those things to go forward on those things. So I think so I've given a brief. If there is anything, then we will further തീർച്ചയായിട്ടും discuss. മിസ്റ്റർ സാമുവൽ തിരിച്ചു വരാം. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ജയൻ എടപ്പാൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ജയൻ എടപ്പാൾ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഇതുവരെ എടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ സംഘടിപ്പിച്ച പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി ഒന്ന് വിശദീകരിക്കാമോ? ശ്രീ ജയൻ എടപ്പാൾ, കേൾക്കാമോ? കേൾക്കാം. കുറച്ച് ബ്രേക്ക് ആയിരുന്നു. ഇതുവരെയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളായിരിക്കും ചോദിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാമോ പ്ലീസ്? ആക്ഷൻ കൗൺസിലിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, റൈറ്റ്, ഓക്കെ. ആദ്യമായി ഈ ചാനലിലേക്ക് ക്ഷണിച്ച് ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രദ്ധ കാണിച്ച കസവിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ആക്ഷൻ കൗൺസിലിന് വേണ്ടിയിട്ട് നന്ദി അറിയിക്കുന്നു. അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 17 മാസമായിട്ട് ഈ പ്രവർത്തനം ഈ നിമിഷയുടെ മോചനത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 17 മാസ കാലഘട്ടത്തെ 50-ലധികം രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സും കേരള സഭാ മെമ്പർമാരും അഡ്വക്കേറ്റ്സും മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ ഈ മിഷനുമായി വളരെയധികം സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തന ഫലമായി അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും വിദേശകാര്യ മന്ത്രാലയത്തിലും അതുകൂടാതെ തന്നെ നമ്മളെ ഇന്ത്യൻ എംബസിയിലും കാര്യമായ പ്രഷർ ചെലുത്തുവാൻ വേണ്ടി അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിലിന് സാധ്യമാവുകയും ചെയ്തതിൻ്റെ ഫലമായി നമുക്കവിടെ നല്ലൊരു വക്കീലിനെ വെക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിക്ക് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 2017 മുതൽ 2020 വരെ ആ കേസ് നടന്ന ആദ്യ കാലഘട്ടങ്ങളിൽ യാതൊരുവിധ നിയമസഹായം ലഭിക്കാത്ത നിമിഷപ്രയ്ക്ക് ലഭ്യമായ നഷ്ടപ്പെട്ടുപോയ കോടതിയുടെ സേവനം, അതേപോലെ തന്നെ വക്കീലിൻ്റെ സേവനം എല്ലാം തന്നെ തുടർന്നുള്ള അപ്പീൽ കോടതിയിൽ ലഭ്യമാക്കാൻ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു സുത്യർഹമായ നേട്ടമായി ഞങ്ങൾ കരുതുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രധാനമായിട്ടും ശ്രീ സാമുവൽ സൂചിപ്പിച്ച 3 പ്രധാന വിധികളിൽ നിറങ്ങൾ വരുത്തുവാൻ വേണ്ടി അപ്പീൽ കോർട്ടിന് സാധ്യമായി. അതിലെ പ്രധാനപ്പെട്ട 3ാമത്തെ വിധിയായ റൈറ്റ് ഓഫ് ദ ഗോഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യമായ ഒരു അവസരം ഇപ്രാവശ്യത്തെ വിധിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിലാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ അവിടെ യമനിൽ നടക്കണം. അതിനാവശ്യമായ സഹായങ്ങൾ ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയുടെ എംഇയിൽ നിന്നും, വിദേശകാര്യ വകുപ്പിൽ നിന്നും എല്ലാം ലഭ്യമാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഹൈക്കോടതി റിട്ട് കൊടുത്തത്. ആ റിട്ട് കൊടുത്തതിന് നമുക്ക് അനുകൂലമായൊരു വിധി വരികയും നമുക്ക് പിന്നെ കോടതി ഗവൺമെൻറ്റിനോട് ഇടപെടേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കോടതിയിൽ ഒരു ഉറപ്പ് കേന്ദ്ര ഗവൺമെൻറ് നൽകുകയും ചെയ്തു എന്നുള്ളത് വളരെ ഒരു സുത്യർഹമായ, വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നമുക്കെല്ലാം തന്നെ വളരെയധികം ഗുണം നൽകുന്ന ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നത് കൃത്യമായിട്ട്. ഈ വരുന്ന പ്രവർത്തനങ്ങളിൽ ഇനി വരുന്ന മാസങ്ങളിൽ, ഇപ്പോൾ ഈ മാർച്ച് 7-ാം തീയതിയാണ് അപ്പീൽ കോടതിയുടെ വിധി വന്നത്. 40 ദിവസമാണ് അപ്പീൽ നൽകാനുള്ള കാലാവധി. ആ കാലാവധിക്ക് ശേഷം കാലാവധിയുടെ ഇടയിലെ നമ്മളെ പരിശുദ്ധ റംസാൻ കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പീരീഡ് കൂടി, ആ പീരീഡ് കോടതി അവധിയായിരിക്കുമെന്നാണ് അറിയുന്നത്. ആ പീരീഡ് കൂടി കണക്കിലെടുത്തുകൊണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കൂടുതൽ
ഊന്നൽ നൽകാൻ വേണ്ടി ആക്ഷൻ കൗൺസിലും അതുപോലെ തന്നെ ഇതിൻ്റെ അധികാരികളും ശ്രദ്ധ ചെലുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ആക്ഷൻ കൗൺസിലിലെ വിവിധ സബ് കമ്മിറ്റികൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ അടുത്തതായിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ദീപ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയിട്ടുള്ള ആ റിട്ടിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രസക്തമായ വിധിയും അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? നന്ദി. തീർച്ചയായിട്ടും നമ്മൾക്ക് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖേന സേവ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ നമുക്കൊരു റിട്ട് ഫയൽ ചെയ്ത് മണ്ടാമസ് ഫയൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിൽ നമ്മൾ 2-3 കാര്യങ്ങളാണ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, നമുക്കൊരു റിലീഫ് വേണം, അതിന്റെ ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷൻസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ കോടതി അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ കൗൺസിലിൽ എന്താണോ അവിടുത്തെ ഏറ്റവും പരമോന്നത കോടതിയിൽ, യമനിലെ പരമോന്നത കോടതിയിൽ നമുക്ക് നെസസറി സ്റ്റെപ്പ് ചെയ്യാനായിട്ട് അപ്പീൽ പോവാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടാതെ ഫണ്ട് കേരളത്തിൽ റിസീവ് ചെയ്താലും അത് ട്രാൻസ്ഫർ ചെയ്യാനും മറ്റുമൊക്കെയുള്ള ഒരു സഹായം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ ഈ ഒരു സ്വന്തം സിറ്റിസനെ സഹായിക്കാൻ അല്ലെ അവരുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എംബസി പോലെയുള്ള സംവിധാനങ്ങളും എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് റിട്ട് വഴി സഹായമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു 100% ഒരു സഹായം നമുക്ക് വാഗ്ദാനം ചെയ്ത് കിട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ എംബസിയാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയുണ്ടായി. MA വഴി ഇവിടുന്ന് അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള നെഗോഷിയേഷന് പോകുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും കോടതി വഴി കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സഹായമാണ് നമുക്ക്. തീർച്ചയായിട്ടും 3 ആഴ്ചയായി വിധി വന്നതിന് ശേഷം അവരുടെ കുടുംബത്തിന് യമനിലേക്ക് പോകുന്നുള്ള സാഹചര്യം അടക്കമുള്ള അതിന്റെ ഒരു പുരോഗതിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പുരോഗതി എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായ ഒരു സഹായ വാഗ്ദാനം ലഭിച്ചതിനെ അപ്പുറം നമുക്ക് കൂടുതലായിട്ടൊന്നും ഗവൺമെന്റിൽ നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മളൊരു RTI സനയില് അവിടുത്തെ എംബസി എന്ത് ചെയ്യുന്നു, നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് നമ്മളൊരു RTI ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ അവൈറ്റഡ് ആണ്. അതുപോലെ തന്നെ രണ്ടാമതും ഒരു കേന്ദ്രം തന്നെ നയതന്ത്ര തലത്തിൽ നേരിട്ട് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ രണ്ടാമതും ഒരു ഹർജി മിനിഞ്ഞാന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അടുത്തതായിട്ട് ഞാൻ ബാബു ജോണിലേക്ക് പോവുകയാണ്. ബാബു ജോൺ യമനിൽ തന്നെ പ്രവാസം ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ഒമാനിൽ നിന്നാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ കോർ കമ്മിറ്റി അംഗവും അതോടൊപ്പം നെഗോഷിയേഷൻ കമ്മിറ്റിയുടെ ചുമതലയുമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുതിയ ഒരു അപ്ഡേഷൻ എന്താണ് ഈ സമയത്ത് നൽകാൻ കഴിയുക? ശ്രീ ബാബു ജോൺ. നമസ്കാരം. കസാവിനും അതിൻ്റെ പ്രവർത്തകർക്കും ആദ്യം നന്ദി പറയുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ വളരെ ഉപകാരം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതിൽ. ഞാൻ യമനിലുണ്ടായിരുന്നു, പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞതിനോട് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സൂചിപ്പിക്കാത്ത 1-2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ജയനും മിസ്റ്റർ സാമുവലും ദീപയും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ഇനിയുള്ള ഫോക്കസ് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ എങ്ങനെയാണ് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന്, നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബ്ലഡ് മണി കൊടുക്കാനുള്ള ചർച്ച ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള അതാണ്. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷിക്കലും അതിനുവേണ്ടിയുള്ള അഭ്യർത്ഥനകളും നടത്തി അവരെ അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഈ കേസ് നമ്മൾ നിമിഷപ്രിയയുടെ ഒരു ഇൻഡിവിജ്വൽ കേസായിട്ട് മാത്രമല്ല കാണേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.
ഇത് ഒരു യുദ്ധത്തിന്റെ കെടുതിയാണ് ശരിക്കും. യുദ്ധത്തിന്റെ ഒരു ഒരു വിക്ടിമാണ് നിമിഷപ്രിയ. കാരണം യുദ്ധം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. 2015 മാർച്ച് മാസത്തിൽ യുദ്ധം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ നിമിഷപ്രിയ അവിടെ ക്ലിനിക്കൊക്കെ ആയിട്ട് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി മറ്റേ യമനിലേക്ക് തിരിച്ചു വന്ന് കുഞ്ഞും ഒക്കെയായി ആ ക്ലിനിക്ക് നടത്തി പോകുമായിരുന്നു. പ്രശ്നമുണ്ടായത് യുദ്ധം തുടങ്ങിയപ്പോൾ നിമിഷ അവിടെ ഒറ്റപ്പെടുകയും നാടുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും അതിനെ തുടർന്നുണ്ടായ വളരെ അതിസങ്കീർണമായ അതിദയനീയമായ ഭീകരമായ കാര്യങ്ങൾ ഉണ്ടാവുകയും പിന്നെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനല്ല, അതിനോടനുബന്ധിച്ചുണ്ടായ കുഴപ്പങ്ങളാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ആളുകളോടും എല്ലാവരോടും പറയുന്ന കാര്യം, സാഹചര്യവശാൽ ഉണ്ടായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ കുട്ടീനെ ഉപേക്ഷിച്ചു പോകണോ വേണ്ടയോ? ഞാനിത് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കുട്ടിക്കെതിരായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുകൂടി നമ്മൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടല്ലാതെ മുന്നോട്ട് പോകാനും പറ്റില്ല. ആ മറുപടി ഇതാണ്, സാഹചര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് മാത്രം കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു കുറ്റവും അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുണ്ടായ സംഭവവാസങ്ങളും നീതി നിഷേധിക്കപ്പെട്ടു. നിമിഷപ്രിയയുടെ ഭാഗം വാദിക്കാനോ പറയാനോ ഒരു നിയമ സംവിധാനമോ നിയമ സഹായമോ ആ കാലഘട്ടത്തിലൊന്നും ലഭിച്ചില്ല. സാമുവൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ ഏക വ്യക്തി സാമുവലാണ്. ഇവിടെ ഇരിക്കുന്ന ആരും സാമുവൽ ഒഴികെ നിമിഷപ്രിയനെ കണ്ടിട്ട് പോലുമില്ല. സാമുവൽ ജയിലിൽ പോയിട്ടാണ് കണ്ടത്, ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് കണ്ടത്. അപ്പോ മാനുഷികമായും നിയമപരമായും നമ്മളുടെ എല്ലാം സഹാനുഭൂതി നിമിഷപ്രിയയുടെ കേസിന് ഉണ്ടാകുക, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നു ഈ കസാവിന്റെ പ്രവർത്തകർ ഇത്തരം ഒരു ചർച്ച തന്നെ സംഘടിപ്പിക്കുന്നത്. അത് തന്നെ വലിയ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട്, നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും, അത് ഏതൊക്കെ സഹായങ്ങളാണെന്ന് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. നമ്മളുടെ ഓരോ കൂട്ടായ്മയും ഓരോ വ്യക്തിയും എത്രമാത്രം സഹായങ്ങളാണോ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, അത് വിവിധ മേഖലകളിൽ നിന്ന് സ്വരൂപിക്കാനുള്ള നേതൃത്വം കൊടുക്കുക നമ്മൾ ഓരോരുത്തരും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നോക്കൂ, ഇത് പുണ്യ റമദാൻ മാസമാണ് മുസ്ലിം വിശ്വാസികൾക്ക്. ക്രിസ്ത്യാനികൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോമ്പുകാലമാണ്. ഈ കാലത്തൊക്കെ മനുഷ്യ മനസ്സിലുള്ള നന്മയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ വധശിക്ഷ എന്നുള്ളത് തന്നെ നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ ഗവൺമെന്റുകളോ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തകരോ അത് വേണ്ട എന്ന് വെക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഒരാള് ഒരു കുറ്റം ചെയ്തു എന്നൊരു കോടതി കണ്ടെത്തിയാൽ പോലും ആ കോടതി പറയുന്നതിന് അംഗീകരിക്കല്ലാതെ നമുക്ക് മാർഗമൊന്നുമില്ല. അതിൽ പിന്നെ ചർച്ച ചെയ്തിട്ടും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ കുറ്റം ചെയ്യപ്പെട്ട ഒരാളെ പോലും വധശിക്ഷയ്ക്ക് വിധിക്കാതെ ശിക്ഷ കൊടുത്തുകൊണ്ട്, നിയമം അനുസരിക്കുന്ന ശിക്ഷ കൊടുത്തുകൊണ്ട് ആ വിക്ടിമായിട്ടുള്ള ഫാമിലിക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതുകൂടി ചെയ്തു കൊടുത്തുകൊണ്ട് ആ സമൂഹത്തോടും വിക്ടിമിന്റെ ഫാമിലിയോടും കൃത്യമായി മാപ്പ് എന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവകാശം നിലനിർത്തി കൊടുക്കാനുള്ള നിയമപരമായ ഒരു സാധ്യത കണ്ടെത്തുക എന്നുള്ളത് കൂടി ഇതിന്റെ പിന്നിലുണ്ട്. കാരണം നമ്മൾ യമൻ കോടതി വിധിച്ചിട്ടുള്ള ആ വിധിയെ സ്വാഗതം ചെയ്യുന്നു, നമ്മൾ അതിനെ എതിർക്കുന്നില്ല. ഇപ്പോൾ നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്താലും അവിടെ നിലവിലുള്ള നിയമ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബ്ലഡ് മണി കൊടുക്കുക എന്നുള്ള ഒരു സാധ്യത, ശരിയ നിയമപ്രകാരമുള്ള ബ്ലഡ് മണി കൊടുക്കുക എന്നുള്ള ഒരു സാധ്യത നിമിഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായി ഞാൻ ചുരുക്കമാണ്. കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. അപ്പോൾ ആ സാധ്യത ഉപയോഗിക്കുന്നതിലേക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും ഈ ചർച്ച കേൾക്കുന്ന ആളുകളും എല്ലാവരും എന്തൊക്കെ സാധ്യതകളാണോ ഉപയോഗപ്പെടുത്താൻ പറ്റുക, അത് ചർച്ചകളിലൂടെ, അത് ഗ്രൂപ്പുകളിലൂടെ, അത് സ്വാധീനങ്ങളിലൂടെ, അത്തരത്തിലുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതൊരു മനുഷ്യ അവകാശ പ്രശ്നമായി, ഒരു യുദ്ധത്തിന്റെ കെടുതി നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയുടെ പ്രശ്നമായി നമ്മൾക്ക് എല്ലാവർക്കും ഏത് സമയത്തും വന്നുവിടാൻ സാധ്യതയുള്ള ഒരു കാര്യമായി കണക്കിലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അങ്ങ് ആഫ്രിക്ക മുതൽ ഇപ്പുറത്തെ യമൻ വരെ, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ രാജ്യം മുതൽ ഏറ്റവും കെടുതി അനുഭവിക്കുന്ന രാജ്യം മുതൽ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ വരെ ചെതറിക്കിടക്കുന്ന മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചും ഏത് സമയത്തും ആർക്കും ഇത്തരത്തിലുള്ള കുഴപ്പമുണ്ടാകാമെന്നുള്ളത് കൊണ്ട് ഈ പ്രവർത്തനം, ഈ ഒരു റെസ്ക്യൂ പ്രവർത്തനം ഒരു സാമ്പിളായി മാറാനുള്ള എല്ലാവിധ
സഹകരണങ്ങളും സഹായങ്ങളും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് വേണ്ടത്. ആ അഭ്യർത്ഥനയിൽ കസവ് സഹായിച്ചതിന് നന്ദി. നമസ്കാരം. തീർച്ചയായിട്ടും നമ്മൾ യമൻ കോടതിയുടെ നിയമപരമായിട്ടുള്ള പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാ സംരംഭങ്ങളും എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ദിനേശ് നായറിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ദിനേശ് നായർ, ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ നടക്കുന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗ്ലോബൽ മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി എന്ന അർത്ഥത്തിലും ലോക കേരള സഭ അംഗം എന്ന അർത്ഥത്തിലും ഈ വിഷയത്തെ ഏതൊക്കെ അർത്ഥത്തിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ കസവിനും അതിന്റെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുകയാണ്. മറ്റുള്ള എന്റെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഗവൺമെന്റിനെയും ആ സിസ്റ്റത്തെയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്. കാരണം ഇത് അറിയാലോ, 1.5-2 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോ എല്ലാവർക്കും അറിയുന്ന പോലെ നിമിഷയെ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ, എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് ഏതൊക്കെ വിധത്തിലാണ് പറ്റുക അതൊക്കെയും. അപ്പൊ യമനിലെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇതൊരു ഇന്ത്യക്കാരിയാണ്, ഒരു മലയാളിയാണ്, നമ്മുടെ സഹോദരി പോലെയുള്ള ഒരു സ്ത്രീ, അപ്പൊ അവരുടെ അമ്മ നമ്മൾ കാണുകയാണ്, എന്റെ മോളെ എനിക്ക് തിരിച്ചു തരൂ എന്ന് പറഞ്ഞ് കരയുന്നു. നമ്മളൊക്കെ അത് കണ്ടതാണ്. അതുപോലെ തന്നെ ഈവൻ അവർ സ്വന്തം ജീവൻ പോലും അതിനുവേണ്ടി തരാൻ വേണ്ടി തയ്യാറാണ് എന്ന് ഓഫർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ എല്ലാം ഒരു സിനിമ കഥ പോലെ മാത്രം കാണാൻ പ്രായമായ ഒരു കുട്ടി അമ്മ എപ്പോ അരികിലെത്തുമെന്ന് കാത്തിരിക്കുകയാണ്. അപ്പോൾ കീഴ്ക്കോടതി വിധിച്ച വധശിക്ഷ ഇപ്പോ നമുക്കറിയാം, മേൽക്കോടതി ശരിവെച്ചിരിക്കുകയാണ്, അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് ബ്ലഡ് മണി നൽകിയാൽ ഒഴിവാക്കപ്പെടുമെങ്കിൽ അതില് എംബസിയും, അങ്ങ് ചോദിച്ച പോലെ എംബസിയും അംബാസഡറും കേന്ദ്ര സർക്കാരും ഈവൻ സംസ്ഥാന സർക്കാരും എല്ലാം ഇടപെട്ടിട്ട് ആ വധശിക്ഷ ഒഴിവാക്കാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്തതും. അതുതന്നെയാണ് നമ്മുടെ ഡൽഹിയിലുള്ള ടീം കോടതി വഴി ഇന്ററാക്ട് ചെയ്തതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസില് രൂപീകരിക്കപ്പെട്ടത് തന്നെ ലോക കേരള സഭയിലെ സ്വന്തം സോമനൈസ തയ്യാറായി വന്ന അംഗങ്ങളും അതുപോലെ സ്ഥലം MP ഉണ്ട്, MLA ഉണ്ട്, തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ മത സാംസ്കാരിക നേതാക്കളും അടങ്ങിയ ഒരു നേതൃനിരയാണ്. അതിൽ പലരും ഇതിലുണ്ട്, പലരും ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇല്ല. കേരളത്തിനും ഇന്ത്യക്ക് വെളിയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും സന്മനസ്സുള്ള പ്രവാസികളെ അവരുടെ ചിന്തയും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോ ഇനി നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 8-ാം തീയതി മാർച്ചിനാണ് വിധി വന്നത്. ഇനി നമുക്ക് മുന്നിൽ വളരെ കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഈവൻ മരണപ്പെട്ട യമനി യുവാവിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്ക്, മക്കൾക്ക്, അമ്മയ്ക്ക്, അച്ഛന്, സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്തുകൂടെ? നിമിഷയുടെ പേരില്, നമ്മുടെ രാജ്യത്തിന്റെ പേരിൽ വളരെ താഴ്മയോടെയോ അല്ലെങ്കിൽ എന്താ പറയാ ദയവായ്പോടെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അവർക്കും അതിന്റെ ഹെൽപ്പ് കിട്ടില്ല. അപ്പൊ ഒരാളെ വധിച്ചത് കൊണ്ടോ അവർ തെറ്റ് ചെയ്തോ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതും യമനിലെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി, ശരിയായ നിയമം, എന്റെ അറിവ് ശരിയാണെങ്കിൽ അതനുസരിച്ച് വിക്ടിമിന്റെ ഫാമിലിയോട് അപേക്ഷിച്ച് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ നമ്മുടെ നിമിഷയെ രക്ഷപ്പെടുത്താനാണ് ആക്ഷൻ കൗൺസിലിന്റെ ശ്രമം. അത് തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റിനോടും MEA-യോടും ഈ എംബസിയോടും എല്ലാം നമ്മൾ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദുരവസ്ഥയിൽ നിന്നും നിമിഷയെ രക്ഷിക്കാനും അപ്പീൽ കോടതിയുടെ വിധി പ്രസ്താവന സൂചിപ്പിച്ച ഒരു ശരിയായ നിയമപ്രകാരമുള്ള എന്താ പറയാ ദയാധനം അല്ലെങ്കിൽ ബ്ലഡ് മണി എന്നൊരു ഓപ്ഷനാണ് നമ്മൾ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ഗവൺമെന്റിന്. അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ പൊതുജന മധ്യത്തിൽ വെക്കുന്നതും അതാണ്. അപ്പോ ഒരു പെൺകുഞ്ഞിന് അമ്മയെ ലഭിക്കാൻ അവരെന്തൊക്കെ ചെയ്തു, സ്വന്തം കിടപ്പാടം വിറ്റു എന്ന് ഞാൻ ഓർക്കുന്നു. ഈ കേസിനോട് അവർ വിറ്റ് കഴിഞ്ഞിട്ട് ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന വൃദ്ധമാതാവിന് സ്വന്തം മകളെ ലഭിക്കാൻ കേസിനെ ഒരുപാട് ഓടി നടന്നു. നമ്മൾ അവരുടെ അവസ്ഥ നോക്കൂ, സ്ഥിരം ജോലി നഷ്ടപ്പെട്ട ആള്. അപ്പോൾ ഇപ്പോൾ തൽക്കാലമായിട്ട് അവരൊരു റിക്ഷ ഓടിച്ച് നടക്കുന്ന ഒരു ഭർത്താവ് എന്ന് വേണ്ട ഭർത്താവിന്റെ യമനിലെ ജയിൽ വധശിക്ഷ കാത്തുകിടക്കുന്ന ഭാര്യയെ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നും എനിക്ക്
1 മണിക്കൂറൊക്കെയാണ് എന്നോട് ഫോണിൽ സംസാരിക്കുക. ഞാൻ ചില സമയത്ത് അത് കട്ട് ചെയ്യേണ്ടി വരും ഫോൺ. അപ്പൊ എന്താ പറയാ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രവാസി എന്നാല്, നമ്മളൊരു പ്രവാസി ആയതുകൊണ്ട് പറയുകയാണ്, ആധുനിക നഗരത്തിൽ വന്നിട്ട് ധാരാളം പണം കൊയ്ത് ധനവാന്മാരാണെന്ന ധാരണയൊക്കെ നമ്മൾ മാറ്റി വെറും 10,000 20,000 രൂപയ്ക്ക് ആൾക്കാർ പല സ്ഥലങ്ങളിലും പോയി ജോലി ചെയ്യുന്നു. അവർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്നുപെട്ട് അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചു, അപ്പോൾ അതിന്ന് രക്ഷിക്കണമെന്ന യാചന നമ്മൾ നല്ല രീതിയിൽ ഇന്ത്യ ഗവൺമെന്റിനെയും എംബസിയെയും എല്ലാം കൺവിൻസ് ചെയ്തിട്ടുണ്ട്, കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ കുടുംബ പശ്ചാത്തലവും കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും നമുക്ക് തീർച്ചയായിട്ടും ജയൻ ബാബുവിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പായി ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആകമാനം സൗദി അറേബ്യയിലും ദമാമിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പവനൻ മൂലക്കിൽ, അദ്ദേഹം ലോക കേരള സഭാംഗമാണ്, നവോദയ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരിയാണ്. ലോകത്താകമാനം നടക്കുന്ന ഈ പ്രവർത്തനങ്ങളോട് സൗദി അറേബ്യയുടെ പ്രവാസികൾ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുന്നത്, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇതിൽ സൗദി അറേബ്യയിൽ നമ്മൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിക്കാമോ? നന്ദി നയം. ആദ്യമായിട്ട് സേവ് നിമിഷപ്രിയയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ചർച്ച സംഘടിപ്പിച്ച കസവിനെ അതിൻ്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ്. സേവ് നിമിഷപ്രിയയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പിന്നെ നിമിഷപ്രിയയെ നേരിട്ട് കണ്ടിട്ടുള്ള ഡോക്ടർ ശ്രീ സാമുവലും ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സഹോദരിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. യമനിലെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ നിയമത്തിനുള്ളിലുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള ഏക ഒരു മാർഗം ഇപ്പോൾ ആക്ഷൻ കൗൺസിലും അതുപോലെ നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലയാളി സമൂഹവും കണ്ടെത്തിയിട്ടുള്ളത് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള സഹായം ലഭ്യമാക്കിക്കൊണ്ട് മോചിപ്പിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആ കമ്മിറ്റിയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു കുറച്ചാളുകളിൽ മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം ഇന്ന് ലോകത്താകമാനം തന്നെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ലോകത്ത് എവിടെയുമുള്ള ഏതെങ്കിലും ഒരു മലയാളിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മലയാളികളുടെ മനസ്സ് വേദനിക്കുമെന്നുള്ളതും ആ വേദനിക്കുന്ന മനസ്സിലൂടെ അവരെ രക്ഷിക്കാൻ ആവശ്യമായ രീതിയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നുള്ളതും കൂടിയാണ് ഇങ്ങനെയൊരു കൗൺസിലിൻ്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാനും കൂടെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുമ്പോൾ ഇവിടെ 3 റീജിയനാണ് പ്രധാനമായിട്ട് ഉള്ളത്: ജിദ്ദ, റിയാദ്, ദമ്മാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രതിനിധീകരിക്കുന്ന ദമ്മാം ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ സൗദി അറേബ്യയിൽ നമ്മൾ നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ ഗ്രൂപ്പിലൂടെ നിലവിൽ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം സൗദി അറേബ്യയിലുള്ള ഭൂരിഭാഗം മലയാളികളും ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദമാം മേഖലയിലുള്ള വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും അതോടൊപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അറിയിക്കുകയും ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട് ദമ്മാം മേഖലയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റിയാദിലും ജിദ്ദയിലും അവിടെയുള്ള ലോക കേരള സഭാ അംഗങ്ങളും അവിടെയുള്ള പ്രാദേശിക കൂട്ടായ്മകളെയും ആ രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വപരമായ പങ്കും അതാത് മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലുമുള്ള ആളുകളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഈ നിമിഷപ്രിയയെ
രക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് പങ്കുവഹിക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് ധരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ചില തെറ്റിദ്ധാരണകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇത്രയും കാലം അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അതും ഒരു ശിക്ഷയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്, അമ്മയുണ്ട് വയസ്സായിട്ടുള്ള. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവ് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലാകമാനം തന്നെ ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നേതൃത്വപരമായ പങ്ക് എന്നാൽ കഴിയുന്നതിൽ ഞാനും ചെയ്യുമെന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും സൗദി അറേബ്യയിലെ പ്രവാസികൾ ഈ കാര്യത്തിൽ ക്രിയാത്മകമായ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. അടുത്തതായിട്ട് ഞാൻ ജയൻ എടപ്പാളിലേക്കാണ് പോകുന്നത്. ജയൻ എടപ്പാൾ, ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലവും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളും മത സാമുദായിക സംഘടനകളും ഈ വിഷയത്തോട് എത്രത്തോളം ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു വിശദാംശങ്ങൾ നൽകാമോ? ഓക്കെ, തീർച്ചയായിട്ടും. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന പ്രദേശത്ത് നിന്നുള്ളവരാണ്. അവർ ഒരു ഇടത്തരം ഫാമിലിയാണ്. അവർ 2012 മുതൽ യമനിൽ ജോലിയുടെ ഭാഗമായിട്ട് ജോലിക്ക് പോവുകയും അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. കഴിഞ്ഞ മീഡിയകളൊക്കെ തന്നെ ഇത് വന്നുകൊണ്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ സ്വമേധയാ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ 2017 മുതൽ 20 വരെ നടത്തി എന്നുള്ളതാണ്. ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്കൊരു സിവിൽ നിയമത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നും കൊടുക്കേണ്ട വിദേശകാര്യ വകുപ്പ് വഴി എംബസി വഴി കൊടുക്കേണ്ട നിയമ സാഹചര്യങ്ങളൊന്നും തന്നെ സേവനങ്ങളൊന്നും തന്നെ ലഭ്യമാകാതെ ഒരു പ്രായമായ അമ്മയും 7 വയസ്സായ ഒരു പെൺകുഞ്ഞും ഭർത്താവും അടങ്ങുന്ന കുടുംബം അവരുടെ സർവ്വതും വിറ്റുപെറുക്കി അവിടെ യമനിലെ അവർക്ക് അറിയുന്ന പോലെ ആ കേസ് നടത്തുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകി. ഇന്നവർ അനാഥരാണ്. ഇന്നവർ ജോലി ചെയ്യുന്നത് നിമിഷയുടെ അമ്മ, പ്രായമായ അമ്മ ജോലി ചെയ്യുന്നത് എറണാകുളത്തെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് ഒരു താൽക്കാലികമായ ഒരു ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് ജീവിക്കുന്ന ഹസ്ബൻഡാണ്. കുട്ടി ഒരു അഗതി മന്ദിരത്തിലാണ് കുട്ടി നിൽക്കുന്നത്. ഇത്രയും ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ആ ഫാമിലി എത്തിച്ചേർന്ന് നമ്മൾ പ്രവാസ മേഖലയിലെ ഏതൊരു പ്രവാസിയും നേരിടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടത്. ഞാൻ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ 1 മാസക്കാലം കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും പിന്നെ മതാധ്യക്ഷന്മാരെയും എല്ലാം നേരിട്ട് കാണുകയും ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട MP, MLA തുടങ്ങിയ എല്ലാവരെയും കാണാൻ ശ്രമിക്കുകയുണ്ടായി. അത് കൃത്യമായിട്ട് എന്തുകൊണ്ട് ഈ നിമിഷപ്രിയ കേസിൽ നമ്മൾ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാവുകയും എല്ലാവരും വളരെയധികം അകമഴിഞ്ഞ സഹായമാണ് ഞങ്ങളിലേക്ക് വാഗ്ദാനം നൽകിയത്. നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകൂ, നിങ്ങളോടൊപ്പം ഈ ജനതയുണ്ട്, കേരളത്തിലെ ജനതയുണ്ട് എന്ന ഒരു ദൃഢവിശ്വാസമാണ് ഞങ്ങൾക്ക് നൽകിയത്. അത് തീർച്ചയായിട്ടും വലിയൊരു ശുഭാപ്തി വിശ്വാസം ഈ കേസിൽ ഞങ്ങൾക്ക് പകർന്നു നൽകുന്നുണ്ട്. യാതൊരു തർക്കമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അറിയാനും അദ്ദേഹം നേരിട്ട് സംസാരിക്കാനും ഞങ്ങൾക്ക് അവസരം കിട്ടി. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ നമ്മൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ ലീഗ് അധ്യക്ഷ, ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി സാറ്, അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ സാറുമാർ, ഇവരെല്ലാം തന്നെ അവരുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി, നിമിഷയ്ക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഞങ്ങളെ കേൾക്കാനും തുടർ നടപടികൾക്ക് അവരുടെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യാനും തയ്യാറായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ സഹായമാണ്. ഞങ്ങളോടൊപ്പം നിയമസഭയിലെത്തിയ ഞങ്ങളോടൊപ്പം തുടർച്ചയായിട്ട് ഞങ്ങളുടെ കൂടെ ഈ പ്രവർത്തനവുമായി വന്ന് നമ്മളെ കേന്ദ്രമന്ത്രി മുരളീധരൻ സാറെ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ നടത്തുകയും, മുരളീധരൻ സാറാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട, കേരളത്തിലെ ഒരു വിഷയമാണ് അത്. കേരളം നിങ്ങൾ പ്രത്യേകിച്ച് എന്നെ വന്ന് കാണേണ്ട, ഇത് കേരളം ഏറ്റെടുത്ത വിഷയമാണ്, ഗവൺമെന്റ് ഏറ്റെടുത്ത വിഷയമാണെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിലെ നന്മ നിറഞ്ഞ മനസ്സുകൾ എന്നും ഞങ്ങളോടൊപ്പമുണ്ട്, ഈ നിമിഷയോടൊപ്പമുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് യമനിലെ ജനതയോടാണ്, യമനിലെ നിർഭാഗ്യവശാൽ മരണപ്പെട്ട കുടുംബത്തിലെ പിന്നെ നാഥന്മാരോടാണ്. നിമിഷയുടെ കുടുംബത്തിന് വേണ്ടി ദയ നൽകണം. അവരുടെ കുടുംബവും 8 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്കും അതുപോലെ തന്നെ പ്രായമായ അമ്മയ്ക്കും വരും കാലങ്ങളിൽ ജീവിച്ചു പോകാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി, നിമിഷയുടെ വധശിക്ഷയിൽ നിന്നുള്ള മോചനം സാധ്യമാകുന്നതിന് വേണ്ടി ഇപ്പം നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയാണ്, യമനിലെ നീതിന്യായ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ സഹായങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, നേരത്തെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ദയാധനം അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം
ദയാധനം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായം, അതുപോലെ തന്നെ കോർഡിനേഷൻ വർക്ക്സ്, അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ, കരുതൽ എല്ലാം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ വിലയേറിയ ഒരു റിക്വസ്റ്റ് ഈ പൊതുസമൂഹത്തോട് വെക്കാനുള്ളത്. താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ അഡ്വക്കേറ്റ് ദീപ ജോസഫിലേക്കാണ് പോകുന്നത്. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ള ഹർജിയിൽ എന്തെങ്കിലും തരത്തിൽ അത് പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നമ്മുടെ നാഷണൽ മീഡിയ ഈ പ്രശ്നത്തെ എത്രത്തോളം അഡ്രസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? നാഷണൽ മീഡിയ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം ഈ വിഷയത്തോട് എത്രത്തോളം ക്രിയാത്മകമായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാമോ? സാർ, എനിക്ക് മനസ്സിലാവുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യന് ചോദ്യം നയതന്ത്ര തലത്തിൽ നമുക്ക് ഗവൺമെന്റിന്റെ ഇടപെടലിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഗവൺമെന്റ് നമുക്ക് നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായി. നമ്മള് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു കോടതിയെ നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഗവൺമെന്റ് ഏത് തരത്തിലാണ് ഒരു സിറ്റിസന്റെ ജീവൻ രക്ഷിക്കാൻ അല്ലെ ജീവൻ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഏത് രീതിയിൽ അത് ഇടപെടുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. എങ്കിലും നമ്മൾ നിരന്തരമായ ഇടപെടലുകൾ ഗവൺമെന്റുമായിട്ടും ഗവൺമെന്റ് പ്രതിനിധികളുമായിട്ടും നമ്മൾ നടത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ ശശി തരൂരിനെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹവും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റ് തലത്തിൽ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളീധരൻ സാർ ആയാലും നമ്മൾ MEA-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈവൻ നമ്മൾ ജയശങ്കർ സാറുമായിട്ടൊരു ഒരു മീറ്റിങ്ങിനുള്ള ഡേറ്റ് നമുക്ക് തരപ്പെടുത്തി തരുന്നു. ലോക്സഭയിൽ നമ്മുടെ MP ഇടുക്കിയിൽ നിന്നുള്ള MP ഡീൻ കുര്യാക്കോസ്, അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള MP രമ്യ ഹരിദാസ്, അതുപോലെ ജോൺ ബ്രിട്ടാസ്റ്റി, ഇവരെല്ലാവരും അവരുടേതായ ലെവലിൽ നിന്നുകൊണ്ട് പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും നിമിഷപ്രിയ രക്ഷിക്കാനാവുന്ന തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ചോദിച്ച മറ്റൊരു ചോദ്യം ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളുടെ ഇടപെടല്, അത് വളരെ സാർ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുവരെ ദേശീയ തലത്തിൽ നമുക്ക് ഈ കാര്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മലയാളികളായ കുറച്ചു പേര് മാത്രമല്ല, ഇത് ഹിന്ദിക്കാരിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കും ഒക്കെ ഈ കാര്യം കുറച്ച് സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടുണ്ടായ ഒരു ആക്സിഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ വേദന തരുന്ന ഒരു സംഭവമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ അങ്ങനെ യുദ്ധം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നിമിഷ കുടുംബത്തോടൊപ്പം അവിടെ സജീവമായി തന്റെ ജോലികളിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ ക്ലിനിക്കിലോ ഒക്കെ ജീവിതം നയിച്ചുകൊണ്ട് പോകുമായിരുന്നു. എങ്കിലും യഥാർത്ഥം സംഭവിച്ചു. നിമിഷയുടെ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നിമിഷയ്ക്ക് കോടതിയിൽ അല്ലെങ്കിൽ 2 കോടതികളിൽ നിമിഷയ്ക്ക് ഞാൻ കുറ്റക്കാരിയാണ് എന്ന് പറയേണ്ടി വന്നു. കാരണം നിരന്തരമായ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ അത് പറയേണ്ടി വന്നു. എങ്കിലും ഈ നിമിഷത്തിലും ഞാൻ എല്ലാ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ഞങ്ങളെ ശ്രമിക്കുന്ന കസവ് വീക്ക്ലി ഇവന്റിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ലോക രാജ്യാന്തരങ്ങൾ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ടും ഈ ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം, മനസ്സ് കാണിക്കണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ സാമുവൽ ജെറോമിലേക്കാണ് പോകുന്നത്. സാമുവൽ ജെറോം, എല്ലാ കണ്ണുകളും ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി വിധിയുടെ പൂർണ്ണ പകർപ്പ് ലഭ്യമല്ല എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗോസിയേഷനുകൾ, ബ്ലഡ് മണി കോമ്പൻസേഷൻ തുടങ്ങിയ പ്രക്രിയകളിലേക്ക് കടക്കുന്നതിന്റെ പ്രായോഗികമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ടേക്കപ്പ് ചെയ്യാൻ കഴിയുക? Can you please explain what are the steps what we can do for this blood donation? Yes, please. That's a very good question. Let me actually tell you what is the groundwork that we have already done. We have already communicated with the 2 sheikhs, the sheikh of the family sheikh and the sheikh of where the incident happened. These two people have a very big say in this thing. So now
we have found two people, the key people who will actually kind of go to the family on our behalf and start the process of asking. That's a very tribal thing, and it will take a long time to discuss. So this is what we have done. So the has already been done, and the very important thing is that there is a lot of money involved in this groundwork, because as per the tribal thing, people are sent to their families and everybody. I mean, to their father, mother, Yemeni wife, and their uncles, and all the influential people of the whole tribe has to be taken into this fold. You know, even if the family wants to, the family will not be allowed to pardon. The tribe does not agree. So what the sheikhs are going to do is they are going to facilitate this process. So once this process starts, then it is the decision of the family, yes, to say whether we forgive or not. That's the final part of it. Meanwhile, on the sidelines, the negotiation of the money will also happen. You need to understand. So one is asking the pardon, and another one is the money. So you need to understand their pardoning is the primary thing. So money is not a criteria here. People have to understand this. There was a very recent case, like about 6 months ago. A Yemeni guy, I mean, three people actually killed a Yemeni guy. $500,000 was put on the table and they refused it. So it is the try. I mean, it's the pride of the family. So, but now in this case, now there are very important things. First of all, it is a woman. It's not a man. And very, very, very important, people have to understand, if the mother comes here, the Yemeni tribal thing is, if the mother and daughter comes here, that will be a big game changer. If the mother goes and talks, because women don't come out, but if the mother comes out and goes before the family, and like the process, if she gets involved in the process, it will be a sure success. So we are coordinating on all those things. The Save Nimsha committee has done a very great job of getting the consent from the court for them to travel. So these are the things. So people not understand that two people from the family will there will be a committee going and sitting and asking how much. It doesn't go that way. It doesn't happen that way. It is not done that way. This committee will go. If they are here, they will be as a part team that will go and ask pardon to the family. The sheikhs will discuss the money side and all those things. Then they will come, and then there will be a tribal judgment. A tribal elder will pronounce a judgment that this family has pardoned this family, and that will be endorsed by the court. And this will be, I mean, she will then she will be legally, she'll be released. So this is the process that has to happen. And now it's വളരെ Ramadan, so nothing is happening right now. Yes, go ahead. You want വളരെ to say something? സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ ശ്രീ സാമുവൽ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞാമത് കൂരാച്ചുകുണ്ടിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? അദ്ദേഹം നിലവിൽ ലൈനിൽ ഉണ്ടെങ്കിൽ പ്രതികരിക്കാവുന്നതാണ്. കൂരാച്ചുകുണ്ട് ലൈനിലുണ്ടോ? ഇല്ല, അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ അടുത്തതായിട്ട് ദിനേശ് നായരിലേക്ക് പോവുകയാണ്. ദിനേശ് നായർ, ഇവിടെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമുള്ളത്, ദേശീയ മാധ്യമങ്ങൾ ഈ വിഷയം ഇതുവരെ ടേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള സുപ്രധാനമായ വിവരമാണ് അഡ്വക്കേറ്റ് ദീപ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഏത് രൂപത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയും എന്നതിനെ കുറിച്ച് വിശദീകരിക്കാമോ? അതെ, അതൊരു നല്ല പോയിന്റാണ്. അത് മാത്രമല്ല, മിസ്റ്റർ ജയൻ പറഞ്ഞ പോലെ, അതുപോലെ മറ്റ് സഹപ്രവർത്തകർ പറഞ്ഞ പോലെ, നമുക്ക് മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ അത് കൂടുതലും മലയാളം മീഡിയകൾ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. മിക്ക മീഡിയകളും കവർ ചെയ്തിട്ടില്ല നമുക്ക് പറയാൻ പറ്റില്ല. ആ കാര്യത്തിൽ ഇന്റർനാഷണൽ ഈ ആക്ഷൻ കൗൺസിൽ, നമ്മുടെ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും മിസ്റ്റർ ജയൻ, നമ്മുടെ കൺവീനർ പറഞ്ഞതുപോലെ, കേരളത്തില് ചെന്ന് അതില് രാഷ്ട്രീയ മത ചിന്താഗതികളൊന്നും, അതിനൊക്കെ അതീതമായിട്ട് നമ്മൾ മിക്ക ലീഡേഴ്സിനെയും കണ്ടു കഴിഞ്ഞു. അവരൊക്കെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ മനസ്സെല്ലാം നമ്മുടെ ഇതിന് അനുകൂലമായി മാറിക്കഴിഞ്ഞു. അതെല്ലാം അവരുടെ സംസാരത്തിൽ തന്നെ വളരെ തെളിവുള്ളതാണ്. കോൺഗ്രസിന്റെ ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും BJPയുടെ ആയാലും
എന്ന് വേണ്ട എല്ലാം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവരെല്ലാം ഫിസിക്കലായി തന്നെ നേരിൽ കണ്ടു കഴിഞ്ഞു പലവരെയും. അത് മാത്രമല്ല ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഓൺ ബിഹാഫ് ഓഫ് ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേരളത്തിലെ ഒരു മിനിസ്റ്റർ പോലും ബാക്കിയില്ല അവരുടെ അടുത്ത് ഞാൻ ഇൻഫർമേഷൻ എത്തിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഈ കാര്യങ്ങൾ അറിയാം. അവരുടെ എല്ലാം സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അത് മാത്രമല്ല, ഇനി അടുത്ത സ്റ്റെപ്പ്, സമയം വൈകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇത് തന്നെയാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് മറ്റു ഭാഷകൾ, മറ്റു മീഡിയകൾ ഏറ്റവും പെട്ടെന്ന് എങ്ങനെ കവർ ചെയ്യാമെന്നുള്ളത് സേവ് നിമിഷപ്രിയ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ എടുത്തിരിക്കും. അത് അടുത്ത സ്റ്റെപ്പ് തന്നെയാണ്. അത് നമ്മള് എന്തുകൊണ്ടും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി കുടുംബം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എല്ലാ മലയാള ചാനലുകളും മലയാളം മീഡിയകളാണ് എടുത്തത്. അത് കാണിക്കണം, മറ്റുള്ള മീഡിയകൾക്ക് കൊടുക്കണം. അത് കൊടുത്തിരിക്കും. ഇനി അടുത്ത ആക്ഷൻ കൗൺസിലിന്റെ സ്റ്റെപ്പ് അത് തന്നെയാണ്. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അതായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ബാബു ജോണിലേക്ക് ഈ ഘട്ടത്തിൽ പോവുകയാണ്. ബാബു ജോൺ, ഇവിടെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമാണ് ശ്രീ സാമുവൽ ജെറോം നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. നിമിഷപ്രിയയുടെ അമ്മയെയും മകളെയും യമനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ വിഷയം ഏറ്റെടുക്കുന്നതിനായിട്ട് ഏതൊക്കെ തലങ്ങളിലുള്ള ഇടപെടലുകളാണ് ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ, ഡൽഹി ഹൈക്കോടതിയിൽ പോയതും ഒരു വിധി സമ്പാദിച്ചെടുത്തതും. കാരണം ഈ യമൻ ഗവൺമെന്റ് അവിടെ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇല്ല എന്നൊരു പോരായ്മ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഡിപ്ലോമാറ്റിക് രീതിയിൽ ഇടപെടുന്നതിലുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വരാനോ വേണ്ടിയിട്ടല്ല. ഈ ഒരു വഴി ലീഗലായിട്ട് കൂടി തുറന്നുള്ളതിന്റെ ആവശ്യമാണ് പ്രധാനമായും ഹൈക്കോടതി അത് വളരെ കൃത്യമായി കാണുകയും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ പറയുന്ന ആളുകളെ കൂടി ഈ നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട് യമനിലേക്ക് അയക്കാനുള്ള നിയമ സംവിധാനങ്ങൾ അനുവദിക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും കേന്ദ്ര ഗവൺമെന്റ് അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആക്ഷൻ കൗൺസിലിന്റെ അടുത്ത സ്റ്റെപ്പ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിമിഷയുടെ അമ്മയെയും കുഞ്ഞിനെയും യമനിലേക്ക് എത്തിക്കുകയും യമനി സമൂഹത്തോടും ആ വിക്ടിമിന്റെ ഫാമിലിയോടും മാപ്പ് അപേക്ഷിക്കുകയും നമ്മളുടെ അവിടുത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു ദയ ഇവർക്ക് കൊടുക്കുകയും ചെയ്യണം. ഈ പെൺകുട്ടിയെ മരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തണം. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം എന്നുള്ള നിലയ്ക്ക് ശരിയ നിയമം അനുശാസിക്കുന്ന ദിയാപണം കൈമാറ്റണം, ക്ഷമിക്കണം. ഇത് റമദാൻ കാലമാണ്. ഈ റമദാൻ കാലത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ അമ്മേനെയും കുഞ്ഞിനെയും അവിടെ എത്തിക്കാനുള്ള നടപടികളാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനുവേണ്ടി ഇപ്പൊ വീണ്ടും കോടതിയിലേക്ക് പോകുമ്പോൾ ആ ആവശ്യം തന്നെ വീണ്ടും ഉന്നയിക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മുടെ കമ്മിറ്റികൾ അന്വേഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്റർനാഷണലായി ആംനസ്റ്റി ഇന്റർനാഷണലെയും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആളുകളെയും ബന്ധപ്പെടുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ഈ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും മറ്റേ ഉപാധികളും മീഡിയേറ്റേഴ്സും ഡിപ്ലോമസിയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു സമ്മർദ്ദം വരാനായിട്ടാണ് നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ചർച്ചകളിലും പ്രത്യേകിച്ച് ഈ ഗൾഫ് രംഗത്തുള്ള ഗൾഫ് ഏരിയയിലുള്ള മുഴുവൻ രാജ്യങ്ങളിലുള്ള മലയാളികളും മലയാളികളല്ലാത്ത ഇന്ത്യക്കാരും അടങ്ങുന്ന സമൂഹം ഇതിന്റെ പുറകിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുമെന്നാണ് എനിക്ക് ചുരുക്കമായി പറയാനുള്ളത്. തീർച്ചയായിട്ടും. അടുത്തതായിട്ട് ഞാൻ അഡ്വക്കേറ്റ് ദീപയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇവരുടെ കുടുംബത്തിന് യമനിലേക്ക് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അതിന്റെ സാധ്യതയിൽ കോടതിയുടെ അടക്കമുള്ള ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാമോ? ഈ ചോദ്യം എന്നോടാണോ? അതെ, അഡ്വക്കേറ്റ് ദീപ ജോസഫിനോടാണ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മള് യമനിലേക്ക് പോകുന്നത്
മാപ്പ് ചോദിക്കാനും ആ കുടുംബത്തിനോട് ക്ഷമ ചോദിക്കാനും ഇനിയും ഒരു ദുഃഖം, കാരണം മരണപ്പെട്ട തലാൽ മരിച്ചു, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അനുശോചനവും സങ്കടവും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന് 2 ആൺകുട്ടികളാണുള്ളത്, 10 വയസ്സിന് താഴെയുള്ള 2 ആൺകുട്ടികളാണ്. അപ്പം നിമിഷയുടെ മകളും ഏതാണ്ട് 8 വയസ്സിനോളം അടുപ്പിച്ചുള്ള ഒരു പെൺകുഞ്ഞാണ്. അമ്മയില്ലാതാവുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്സിഡന്റിൽ മരിച്ച അമ്മയല്ലല്ലോ. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിൽ വളരെ ദാരുണമായ ഒരു അന്ത്യം ആ അമ്മയ്ക്ക് ഉണ്ടാവുന്നത് അമ്മയായ എനിക്ക് വേദനയുണ്ട്. അപ്പൊ അതുപോലെ ലോകത്തിലുള്ള ഒരമ്മയ്ക്കും ഇത് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ആ കുട്ടി മാധ്യമങ്ങളുടെ മുമ്പില്, അധികാരികളുടെ മുമ്പില് ഒക്കെ യാചിക്കുന്നത് എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു തരുമോ എന്നാണ്. അതോടൊപ്പം തന്നെ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി, സ്വന്തം മകൾക്ക് വേണ്ടി ജീവൻ യാചിക്കുന്ന, എന്റെ ജീവൻ എടുത്തിട്ട് നിങ്ങൾ എന്റെ മകളുടെ ജീവൻ എനിക്ക് തിരിച്ചു തരൂ എന്ന് യാചിക്കുന്ന ഒരമ്മയെ നമുക്ക് കാണാൻ കഴിയുന്നു എറണാകുളത്ത് കിഴക്കമ്പലത്തില് നിമിഷപ്രിയയുടെ സ്വന്തം അമ്മ. നിമിഷയുടെ വിധി വന്ന സമയത്ത് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞതും, മോളെ എനിക്ക് ഭാഷ അറിയില്ല, മോള് പറയണം അവരോട് എന്റെ ജീവൻ എടുത്തിട്ട് പകരം എന്റെ മകളുടെ ജീവൻ തരൂ, അവര് പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം, എന്റെ ജീവൻ പകരം എടുത്തുകൊള്ളൂ എന്ന്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തില് ക്ഷമ യാചിക്കുമെങ്കിൽ, യാചിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ആ ഒരമ്മയ്ക്ക് പകരം 1000 അമ്മമാര് ഇവിടെ നിന്ന് പോവാൻ അല്ലെങ്കിൽ ക്ഷമ യാചിക്കുവാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ആ കുഞ്ഞിന് വേണ്ടി, കാരണം ഒരു വളർന്നു വരുന്ന പെൺകുഞ്ഞിന് ഒരമ്മ ഇല്ലാതായാൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത് പ്രായോഗികമാക്കണം. ഗവൺമെന്റ് തലത്തിലും അതിന് കോടതികളും അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിൽ അതിന് ഇടപെടൽ സാധ്യമാകുമെങ്കിൽ അതെല്ലാം ചെയ്യുവാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. എന്ത് തന്നെ വന്നാലും ഇനി കുടുംബം പോയത് കൊണ്ട് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ നെഗോഷിയേഷൻ വർക്കിന് അത് സഹായകരമാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും നമ്മളുടെ ഈ ചർച്ചയിൽ കുഞ്ഞമ്മതും അതോടൊപ്പം തന്നെ പവനും ഇപ്പോൾ ലൈനിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ ജയൻ, നമ്മളുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ നടന്നിട്ടുള്ള ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നിട്ടുള്ള ഏറ്റവും ഗുണപരമായിട്ടുള്ളത്, ഇതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഏറെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് ഈ ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി എന്ന അർത്ഥത്തിൽ എന്ത് വിവരമാണ് നൽകാനുള്ളത്? ഏതൊക്കെ അർത്ഥത്തിൽ അവരുടെ സഹകരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നതടക്കം വിശദീകരിക്കാമോ? താങ്ക് യു. പ്രധാനമായി ഇന്നത്തെ ഒരു തീയതി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ തീയതി ഏപ്രിൽ 8. കഴിഞ്ഞ മാർച്ച് 7-നാണ് ഈ വിധി വരുന്നത്. കൃത്യം 1 മാസം കഴിഞ്ഞ്. ഇനി ഉള്ള ദിവസങ്ങൾ വളരെ കുറവാണ്. ആ ദിവസങ്ങൾ കുറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ ബാക്കിയുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങൾ, ശ്രീ സാമുവൽ സാർ പറഞ്ഞ പോലെ മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല, അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുന്നോടിയായിട്ട് ഇടപെടേണ്ട ഡിപ്ലോമാറ്റിക് ലെവലിലുള്ള ഇടപെടലുകൾ, മറ്റു രാജ്യങ്ങളിലെ ഇടപെടലുകളെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ചാനലുകളൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒമാൻ, അതുപോലെ തന്നെ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ട് ഈ പ്രവർത്തനത്തിന് ഇതിനൊരു മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഒരു ചുക്കാൻ പിടിക്കാൻ അത്തരം രാജ്യങ്ങളെ സഹായം തേടണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ തീർത്തും സംശയമില്ലാതെ പറയാം, വളരെ നല്ലൊരു കമ്മിറ്റിയാണ് കഴിഞ്ഞ 10-17 മാസമായിട്ട് വർക്ക് ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളിലെ അംഗങ്ങളായിട്ടുള്ള ഒരു കോർ കമ്മിറ്റി ഇതിനെ ഡ്രൈവ് ചെയ്യുന്നു. അത് എല്ലാ മാസവും 1-2 തവണ കോർ കമ്മിറ്റി കഴിഞ്ഞ 17 മാസങ്ങളും ചേർന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊരു കോർ കമ്മിറ്റിയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിന്റെ ജനറൽ കൗൺസിൽ 100-120ഓളം അംഗങ്ങളുള്ള ജനറൽ കൗൺസിൽ, വിവിധ രാജ്യങ്ങളിലെ ലോക കേരള സഭാ മെമ്പർമാർ, അതുപോലെ തന്നെ MP MLA മാർ, ബഹുമാനപ്പെട്ട MP MLA മാർ, അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ജസ്റ്റിസ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, മാധ്യമ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും ചേർന്ന ജനറൽ കൗൺസിലുണ്ട്. അവരുടെ എല്ലാം തന്നെ അഭിപ്രായങ്ങൾ അതാത് സമയങ്ങൾ തേടിയിട്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിമിഷയുടെ അമ്മയെയും കുഞ്ഞിനെയും അവിടെ എത്തിക്കലാണ് ഏറ്റവും പ്രധാനം.
അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിൽ കോടതിയുടെ ഇടപെടൽ, അതുപോലെ തന്നെ എംഎയുടെ ഇടപെടലുകൾ വേണം. എങ്ങനെയാണ് ഇവരുടെ യാത്രാ സൗകര്യം, എങ്ങനെയാണ് അവിടെ എത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. ഇവിടെയുള്ള ഇത് ശ്രവിക്കുന്ന മുഴുവൻ ജനതയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിമിഷയുടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട്, നിമിഷയുടെ വൃദ്ധയായ അമ്മയെ നോക്കിക്കൊണ്ട്, അവർക്ക് ഇനിയുള്ള കാലഘട്ടത്ത് അവരെ നഷ്ടപ്പെട്ടു പോയ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങളുടെ സഹായങ്ങൾ നിമിഷയ്ക്ക് വേണ്ടി നൽകണം. നിമിഷയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കണം. അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. മീഡിയ പ്രവർത്തകർ കാണിക്കുന്ന എല്ലാവിധ കരുതലിനും ശ്രദ്ധയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ ഒരു ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ ഇത് നിലനിൽക്കുന്നത്. തീർച്ചയായും നെഗോസിയേഷനുള്ള സാധ്യതകൾ നമ്മളുടെ മുമ്പിലുണ്ട്. യമനിന്റെ കോടതി, ഇന്ത്യൻ എംബസി, കേന്ദ്ര ഗവൺമെന്റ്, വിദേശകാര്യ വകുപ്പ്, ഡൽഹിയിൽ നിന്നുള്ള കോടതി, കേരള സർക്കാർ, ഇന്ത്യയിലെ ജനപ്രതിനിധികൾ, കേരളത്തിലെ ജനപ്രതിനിധികൾ, സർവദേശീയ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ആക്ഷൻ കൗൺസിലുകൾ, മാധ്യമപ്രവർത്തകർ, നല്ലവരായിട്ടുള്ള പ്രവാസികൾ, കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ, ഇവരുടെ എല്ലാം വലിയൊരു പ്രതീക്ഷ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ആ പ്രതീക്ഷക്ക് ഒത്തുകൊണ്ട് തന്നെ ഇതിന്റെ നെഗോസിയേഷനും മറ്റ് അർത്ഥതലങ്ങളിലുള്ള സംഭാവനകളിലും എല്ലാവർക്കും ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയട്ടെ. ഈ ദുരന്തത്തിൽ നിന്ന് ഏതെല്ലാം അർത്ഥത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അവരെ രക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഓരോ ഇടപെടലുകളെയും ആ അർത്ഥത്തിൽ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പാനലുകൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ആക്ഷൻ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ജയൻ, അതുപോലെ തന്നെ കോർ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ ബാബു ജോൺ, മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള സാമുവൽ ജെറോൺ, അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അതുപോലെ തന്നെ ശ്രീ ദിനേശ് നായർ. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആക്ഷൻ കൗൺസിലിന്റെ ട്രഷററായിട്ടുള്ള കുഞ്ഞമ്മദ് കൂരാച്ചുണ്ട്, സൗദി അറേബ്യ എന്നുള്ള സാമൂഹിക പ്രവർത്തകനും ലോക കേരള സംഗമമായിട്ടുള്ള പവനൻ മൂലക്കൽ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.